إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون ഏറെ ആദരണീയരായ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റമദാൻ അവസാനിക്കാറായിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് റമദാൻ തീർന്നു പോകുന്നത് എന്ന് തോന്നുന്നുണ്ടല്ലേ? അതങ്ങനെയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ തീർന്നു പോകരുതേ എന്ന് കൊതിക്കുന്ന, അത് പെട്ടെന്ന് നമ്മളിൽ നിന്ന് അവസാനിച്ചു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ ജീവിതം എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യമാണ്. റമദാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് തുടങ്ങി ഒരു മാസത്തോളം ഇതായോ എന്നൊക്കെ ഒരു തോന്നൽ അതിനത്രമേൽ പ്രിയമായി കാണുന്ന ആളുകൾക്ക് തോന്നും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതാണ്. നമ്മളുടെ ജീവിതവും വളരെ പെട്ടെന്ന് തന്നെ നമ്മളിൽ നിന്ന് തീർന്നു പോകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം, ഈ ഒരു ചിന്ത, ഇങ്ങനെ ഒരു ചോദ്യം നമ്മളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ഓർമ്മയാണ്. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹു ഇങ്ങനെ വിശദീകരിക്കാണ്, മനുഷ്യരെ മനസ്സിലാക്കിക്കോളി, നിങ്ങളുടെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അത് കളിവിനോദങ്ങളും അലങ്കാരങ്ങളും നിങ്ങൾക്കിടയിലുള്ള ദുരഭിമാനം നടിക്കലും മക്കളുടെയും സമ്പത്തിന്റെയും പേരിലുള്ള പെരുമ നടിക്കലും ഒക്കെയാണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. കമസലി ഗൈസ്, തെറ്റായ വഴികളിലൂടെ ജീവിക്കുന്ന ആളുകളെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ അടിച്ചു പൊളിക്കാനും കുറെ ആർമാദിക്കാനും കുറെ ആഘോഷിക്കുവാനും വേണ്ടി മാത്രമുള്ളതാണ് എന്ന് കാണുന്ന ആളുകൾ, സമ്പത്തിന്റെയും മക്കളുടെയും ഒക്കെ വിഷയത്തിൽ അഭിമാനവും അഹങ്കാരവും പറഞ്ഞു നടക്കുന്ന ആളുകൾ, കുടുംബത്തിന്റെയും തറവാടിന്റെയും പേരിൽ ആ അഹംഭാവത്തിന്റെയും ആ അഹങ്കാരത്തിന്റെയും വർത്തമാനങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളുകൾ, വീമ്പും വമ്പും താൻ വലിയവനാണെന്ന വർത്തമാനങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ജീവിതം, ഈ ജീവിതമുണ്ടല്ലോ, നിങ്ങൾ വലുതായി കാണുന്ന ഈ ജീവിതം, അതിന്റെ ക്ഷണികത, അതിന്റെ കുറവ്, അതാണ് ഖുർആൻ പിന്നീട് പറഞ്ഞു തരുന്നത്. കമസലി ഗൈസ്, അതൊരു മഴയെ പോലെയാണ്. അജബൽ കുഫാറ നബാതുഹു, ആ ഒരു കർഷകൻ, അയാൾ ഒരു കൃഷി ചെയ്ത് ആ കൃഷി ഇങ്ങനെ മനോഹരമായ പച്ചപ്പിൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോ ആ കർഷകൻ അത് കണ്ട് അത്ഭുതപ്പെടും എന്ന് ഖുർആൻ
നമ്മെ ഓർമ്മപ്പെടുത്താണ്. നമ്മളുടെ ഒക്കെ മസ്തിഷ്കത്തിൽ റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അധ്വാനങ്ങൾ ചെയ്തതിന് ശേഷം ഒരുപാട് പരിശ്രമിച്ചതിന്റെ റിസൾട്ട് നമ്മൾ കാണുന്ന സമയത്ത് നമ്മളുടെ ശരീരം ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുകയും സന്തോഷം നൽകുന്ന ഹോർമോണായ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുകയും അത് നമുക്ക് സന്തോഷം പകരുകയും ചെയ്യും. നമ്മൾ നട്ടുനനച്ചുണ്ടാക്കിയ കൃഷി, ആ കൃഷിയുടെ മുന്നിലേക്ക് കർഷകർക്ക് അത് ശരിക്കും മനസ്സിലാകും. അവരുടെ അധ്വാനമാണ്, അവരുടെ കാത്തിരിപ്പാണ്, അവരുടെ ദിവസങ്ങളോളം കാത്തുനിന്നുള്ള കരുതലാണ്. ആ കൃഷി അത് മനോഹരമായി വളർന്നു വിടർന്ന് അതിന്റെ പച്ചപ്പിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് അജബൽ കുഫാറു നബാത, അവന്റെ കൃഷിയെ നോക്കുമ്പോ അവനിങ്ങനെ ഒരു വല്ലാത്ത സന്തോഷം തോന്നും. സുമ്മ യഹീജ് ഫതറാഹു മുസ്ഫറ, ആ കർഷകന് തന്നെ കാണാം, പയറു കൃഷി ചെയ്ത കർഷകൻ അതിങ്ങനെ വിടർന്ന് അതിൽ നിറഞ്ഞ് കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോ അവനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. കുറച്ച് കഴിയുമ്പോ ആ കൃഷി ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങും, അതൊരു മഞ്ഞ നിറത്തിലേക്കാകും. സുമ്മ യകൂനു ഹുതാമ, പിന്നീട് അത് ഉണങ്ങി നുരുമ്പായി ഇല്ലാതെയായി പോവുകയും ചെയ്യും. അതിങ്ങനെ നിറഞ്ഞു കായ്ച്ചു നിന്നപ്പോ എന്ത് മനോഹരമായിരുന്നല്ലേ! ഒരു മഴയിൽ കിളിർത്തു വരുന്ന കൃഷി അത് മനോഹരമായി വളർന്നു നിന്ന് ഒരു 3 മാസം കൊണ്ടൊക്കെ അവസാനിച്ചു പോകുന്നത് കണ്ടിട്ടില്ല മനുഷ്യരെ. നിങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ്. റമദാൻ മാത്രമല്ല, ജീവിതമാകെയും അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. തലനിരച്ച വൃദ്ധരായ ആളുകളോട് ചോദിക്കുക, ജീവിതത്തിന്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് വന്നതുപോലെ തോന്നുന്നുണ്ടോ? അവർ പറയും, പെട്ടെന്ന് ജീവിതത്തിന്റെ ഭാവമാറ്റങ്ങൾ നടന്നുപോയതുപോലെ അവർക്കും പറയുവാനുണ്ടാകും. ഇത് നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ജീവിതം പെട്ടെന്ന് നമ്മളിൽ നിന്ന് കടന്നു പോകുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ചില കുട്ടികളൊക്കെ പറയും, സമയം തീരണില്ല, സമയം പോകണില്ല. പ്രത്യേകിച്ചും ഒഴിവ് ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് സമയം തീർക്കേണ്ടത് എന്നത് മക്കൾക്കറിയില്ല. അവർ സമയം പോക്കാൻ വേണ്ടി ഓൺലൈൻ ഗെയിമുകളിലും മറ്റുമൊക്കെ ആയിട്ട് അവരവരുടെ ഒരു ദിവസം അവർക്ക് പൂർത്തിയായി കിട്ടണം. അവർക്ക് എന്താണ് അവരുടെ ജീവിതത്തിൽ ആ ദിവസം ചെയ്യേണ്ടത് എന്നറിയാത്ത മക്കളുണ്ട്. ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഖുർആൻ ആ ആയത്ത് അവസാനിപ്പിച്ചതിന് ശേഷം അടുത്ത ആയത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർദിസ് സമാഇ വൽ അർദ്, നിങ്ങൾ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും വേണ്ടി നിങ്ങൾ മാത്സര്യം കാണിക്കണേ. അതിന്റെ വിസ്തൃതി, ആ സ്വർഗത്തിന്റെ വിശാലത എന്ന് പറയുന്നത് ആകാശഭൂമികളോളമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. ഈ ജീവിതം അത് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് എന്നത് അതുകൊണ്ട് തന്നെ സമയത്തെ നശിപ്പിച്ചു കളയുവാനല്ല, നാളെ പരലോകത്തേക്ക് വേണ്ടി അതിനെ കരുതി വെക്കാൻ കഴിയണം എന്ന ഓർമ്മപ്പെടുത്തൽ ഈ റമദാൻ അവസാനിക്കുന്ന സമയങ്ങളിൽ നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ റമദാൻ അവസാനിക്കാനിരിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വല്ലാത്ത ബോധമുണ്ട്. നമ്മളുടെ അമലുകൾ, നമ്മൾ ചെയ്ത സിയാമും നമ്മളുടെ ഖിയാമും നമ്മളുടെ പ്രവർത്തനങ്ങളും അത് പടച്ചവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്ന ഒരു ചോദ്യം നമ്മളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അതൊരു വിശ്വാസിയുടെ ക്വാളിറ്റിയാണ്. ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 60-61 വചനങ്ങൾ ഇറങ്ങുന്നുണ്ട്. വല്ലദീന യുഅ്തൂന മാ ആതവ ഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ വല്ലദീന യുഅ്തൂന മാ ആതൗ, അവർ ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. നമസ്കാരവും സക്കാത്തും സ്വതഖയും നോമ്പും മറ്റു സൽക്കർമ്മങ്ങളും ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങളിലൊക്കെ മുന്നിടുന്ന ആളുകളാണ് അവർ. ഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന ബോധം കൊണ്ട് ഹൃദയം നടുങ്ങുന്നവരായി തങ്ങളോട് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് അവർ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണ് നന്മയിൽ മുന്നേറിയ ആളുകൾ. വഹും ലഹാ സാബിഖൂൻ, അവരാണ് സൽക്കർമ്മങ്ങളിൽ മുന്നേറിയവരിൽ 1-ാം സ്ഥാനക്കാർ എന്ന് ഖുർആൻ നമ്മളോട് പറയുകയാണ്. ഈ ആയത്തിറങ്ങിയ സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, റസൂലെ, അവർ ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങളൊക്കെ പെട്ടെന്ന് അവർ കഴിയുന്നിടത്തോളം കർമ്മങ്ങൾ ചെയ്തു മുന്നേറാനുള്ള കാരണം, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുവാനുള്ള കാരണം, അവര് മോഷ്ടിച്ചിരുന്ന ആളുകളായിരുന്നോ റസൂലെ? അവര് വ്യഭിചാരികളായിരുന്നോ? കള്ളുകുടിയന്മാരായിരുന്നോ? അതുകൊണ്ട് പടച്ചവനിലേക്ക് മടക്കപ്പെടുമെന്ന ഭയത്താൽ
അവര് നന്മകളിൽ മുന്നേറുന്നതാണോ റസൂലെ എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഉത്തരം, അല്ല ആയിഷ, അവർ നമസ്കരിച്ചിരുന്ന, നോമ്പെടുത്തിരുന്ന, സകാത്തും സ്വതഖയും ചെയ്തിരുന്ന ആളുകളായിരുന്നു. വഹും യഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും, അവർ ഭയപ്പെടുന്നത് അവരിൽ നിന്ന് അള്ളാഹു അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ലേ എന്ന പേടിയാണ് അവർക്കുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ലേ എന്ന ഒരു ഭയം നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകണം. നമ്മൾ എത്ര ചെയ്തിട്ടുണ്ട്, അത് സ്വീകരിക്കപ്പെട്ടു എന്ന് ഈ ദുനിയാവിൽ നമ്മളെ അറിയിക്കുന്ന രീതിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബാലയത്തിന്റെ അടിപ്പടവുകൾ അതിന്റെ തറപണിയുന്ന സമയത്ത് പിന്നെ ആത്മാർത്ഥമായി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ എന്ന പ്രാർത്ഥന അള്ളാഹു പറഞ്ഞിട്ടാണ്, അള്ളാഹിന്റെ കൽപ്പന പ്രകാരമാണ് കഅബാലയത്തെ അവർ നിർമ്മിക്കുന്നത്. ലോകത്തെ അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള ആദ്യത്തെ ഭവനത്തെയാണ് പടുത്തുയർത്തുന്നത്. എന്നിട്ട് പോലും അവർ പ്രാർത്ഥിക്കാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നമ്മളുടെ നാവുകളിലും ഉയരേണ്ടുന്ന പ്രാർത്ഥന തന്നെയാണത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് നമ്മളുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ സ്വീകരിക്കപ്പെടാനുള്ള പ്രാർത്ഥനകൾ നമ്മളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അവസാനത്തെ 10 നമ്മൾ ഉള്ളത്. ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറ വഅഹ്യാ ലൈല വഅഖദ ആഖിറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് സ്വഹാബത്ത് പറഞ്ഞു തരാണ്. അവസാനത്തെ 10 കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അരക്കെട്ട് മുറുക്കിയെടുക്കും. നമ്മളൊരു കർമ്മത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്ന സമയത്ത് നമ്മളുടെ അരക്കെട്ട് മുറുക്കിയെടുക്കും. അങ്ങനെ അരക്കെട്ട് മുറുക്കിയെടുത്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 പ്രവേശിക്കുക. വഅഹ്യാ ലൈല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രാവിനെ പകലാക്കി മാറ്റും. രാത്രികളിൽ ഉറങ്ങാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കർമ്മങ്ങളിൽ നിരതമാകും. അതുപോലെ തന്നെ തന്റെ കുടുംബത്തെ കർമ്മങ്ങൾക്ക് വേണ്ടി, ഇബാദത്തുകൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇഅ്തികാഫ്, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ സജീവമാകേണ്ടുന്ന സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഫിത്റു സക്കാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ്. അത് റമദാൻ അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ്. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി മിൻ റമദാൻ സാഅം മിൻ തംറിൻ ഔ സാഅം മിൻ ശഈരിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. അത് പിന്നെ ഒരു സാഅ തംറ്, ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക അല്ലെങ്കിൽ പിന്നെ ശഈർ, ബാർലിയിൽ നിന്നുള്ള ഒരു സാഅ അലൽ ആബദി വൽ ഹുർരി വദ്ദകരി വൽ ഉൻസ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ. മുസ്ലിമായ വലിയ ആൾക്ക്, ചെറിയ ആൾക്ക്, ആണിന്, പെണ്ണിന്, അടിമക്ക്, സ്വതന്ത്രന്, എല്ലാവർക്കും ആ ഫിത്ർ സക്കാത്ത് അവരുടെ ബാധ്യതയാണ്. ഒരു ഉപ്പയുടെ കീഴിലുള്ള അവരുടെ കുടുംബത്തിൽപ്പെട്ട ചെറിയ ഇന്നു പിറന്ന കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിന്റെ പേരിലും ഫിത്ർ സക്കാത്ത് ഉണ്ട് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷെ ഇതിന്റെ അളവ് പറയുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വാഇ എന്നാണ്. സ്വാഇ എന്ന് പറഞ്ഞത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു അളവ് രീതിയാണ്. നമ്മുടെ നാട്ടില് ഒരു പറ നെല്ല് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഇടങ്ങഴി അരി എന്ന് പറയും. പറ അല്ലെങ്കിൽ ഒരു മുറം നെല്ല്, അരി എന്നൊക്കെ പറയുന്ന അളവുണ്ട്. ഈ അളവ് ശരിക്കും കിലോ അളവിലല്ല, ഒരു പാത്രത്തിന്റെ അളവിനനുസരിച്ച് ഇത് അളന്നെടുക്കുന്ന രീതിയാണ്. അതാണ് ശരിക്കും സ്വാഇ എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു സാഴ് ഈത്തപ്പഴത്തിന്റെ തൂക്കവും ഒരു സാഴ് ബാർലിയുടെ തൂക്കവും വ്യത്യാസമായിരിക്കും. കിലോ കണക്കിന് അത് നമുക്ക് കണക്കാക്കാൻ കഴിയില്ലല്ലോ, കാരണം ഓരോ വസ്തുവിനും അനുസരിച്ച് അതിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എത്രയാണ് ഒരു സാഴ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു 4 മുദ്ദാണ്. മുദ്ദ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു അളവ് തന്നെയാണ്, ഒരു കൈയളവ് എന്നൊക്കെ പറയും.
ഏകദേശം ഒരു 600-650 ഗ്രാമിനിടയിലുള്ള അളവിനെയാണ് ഈ മുദ് എന്ന് പറയാം. അതിലും ആളുകൾ വ്യത്യാസമുണ്ട്, തർക്കവും ഇഖ്തിലാഫാത്തുകളും ഉണ്ട്. എന്നിരുന്നാലും ഏകദേശം പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഒരു 2.5 കിലോ അല്ലെങ്കിൽ 2.600 ഒക്കെയാണ്. അത്രയാണ് ഒരാളുടെ ഫിത്ർ സക്കാത്തിന്റെ അളവ്. നമ്മളുടെ നാട്ടിലെ പ്രധാന ധാന്യമായ അരി ഒക്കെയാണ് നമ്മൾ അത് കൊടുക്കേണ്ടത്. സംഘടിത ഫിത്ർ സക്കാത്ത് രീതികൾ ഉണ്ടാകും. അതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭാഗവാക്കാകാൻ എല്ലാവരും ശ്രദ്ധിക്കുക, കർമ്മങ്ങളിൽ മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വതമ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മിക്കവാറും അടുത്ത വെള്ളിയാഴ്ച ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ ആകാൻ വലിയ സാധ്യതയുണ്ട്. കാരണം 29-ന് റമദാൻ 29-ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 20 മിനിറ്റോളം ചന്ദ്രൻ മാനത്തുണ്ട്. അതുകൊണ്ട് കാണുക എന്നുള്ളത് അതിൽ പ്രധാനമാണ്. എന്നിരുന്നാലും സാധ്യത എന്ന നിലക്ക് നമ്മൾ 20 മിനിറ്റോളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സാധ്യത കൂടുതലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ചിലപ്പോൾ ശനിയാഴ്ചയിലേക്ക് അങ്ങോട്ട് മാറാനും സാധ്യതയുണ്ട്, വല്ലാഹു ആലം. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈദ്ഗാഹ് കൃത്യം 7 മണിക്ക് തന്നെ നടക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെരുന്നാൾ സുന്നത്തുകൾ നമുക്കറിയാവുന്നതാണ്. പിന്നെ ഈ മാസം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് തക്ബീർ ചൊല്ലുക എന്നുള്ളത് വലിയ സുന്നത്താണ്. അതുപോലെ തന്നെ കുളിക്കുക, ഈ പെരുന്നാൾ നമസ്കാരത്തിന് വരുന്നതിന് മുൻപ് കുളിക്കുക, സുഗന്ധം പൂശുക, അതുപോലെ പുതിയ വസ്ത്രം ധരിക്കുക. പുതിയ വസ്ത്രം എന്ന് പറഞ്ഞതിൽ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പെരുന്നാളിന് ധരിക്കാനായി, ജുമാക്കൊക്കെ പെരുന്നാളിലൊക്കെ ധരിക്കാൻ പ്രത്യേക വസ്ത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് പുതിയ വസ്ത്രം തന്നെ എടുക്കണം എന്നൊന്നുമില്ല, ഏറ്റവും ഉള്ളതിലൊരു നല്ലതും പുതുമയുള്ളതും ഇട്ടു വരിക എന്നുള്ളത്. വസ്ത്രമൊക്കെ എടുക്കുന്ന സമയമാണ് എപ്പോഴും കുട്ടികൾക്ക് വസ്ത്രം എടുത്തു കൊടുക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ പരിധി കടക്കാത്ത രീതിയിൽ പെൺകുട്ടികളുടെ വസ്ത്രം വളരെ വൾഗറാണ്. രക്ഷിതാക്കൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. നിങ്ങളുടെ മക്കളിടുന്ന വസ്ത്രം അവരുടെ നഗ്നത വെളിവാകുന്ന രീതിയിലുള്ളതാണെങ്കിൽ നമ്മൾ അധ്വാനിച്ച ഹലാലായ പണം കൊണ്ട് ഹറാമിന്റെ വസ്ത്രം എടുത്തു കൊടുക്കുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാകരുത്. ആൺകുട്ടികളുടെ വസ്ത്രമായാലും അത് ലൂസിലുള്ളതായാലും പിന്നെ അവരുടെ ഫാഷനും രീതികളും ഒക്കെ ഉണ്ടല്ലോ, അത് ഇസ്ലാമിന്റെ പരിധി കടക്കുന്ന രീതിയിൽ എന്തായാലും ആകാൻ പാടില്ല. ഞെരിയാണിക്ക് താഴേക്ക് വസ്ത്രം പോകാൻ പാടില്ല. ഇസ്ലാമിന്റെ മര്യാദകൾ, ഓട്ടയുള്ള പാൻ്റൊക്കെ ഇട്ട് നടക്കുന്ന കുട്ടികളുണ്ട്, ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു നടക്കുന്നവരുണ്ട്. അതൊന്നും അങ്ങനെയുള്ള രീതിയിലേക്കൊന്നും നമ്മൾ തെറ്റായ ഇസ്ലാമിന്റെ പരിധി കടക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ നമ്മളെ മക്കൾക്ക് എടുത്തു കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെ പറഞ്ഞു മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഈത്തപ്പഴമോ മറ്റൊക്കെ കഴിക്കാൻ കഴിയുമെങ്കിൽ അത് സുന്നത്താണ് എന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈദ്ഗാഹാണ് ഏറ്റവും ഉത്തമമായത്. കാരണം ഈദ്ഗാഹ് ആകുമ്പോൾ ഈ ഹൈദുള്ള സ്ത്രീകൾക്കും ഒക്കെ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു അവസരമാണല്ലോ. ഈദ്ഗാഹില് പെരുന്നാൾ നമസ്കാരം നടക്കുന്ന സമയത്ത് ഖുതുബ ശ്രവിക്കാനും ആ സന്തോഷം പങ്കുചേരാനൊക്കെ വേണ്ടിയിട്ട് ഹൈദുള്ള സ്ത്രീകൾക്കുമെല്ലാം വരാം എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. മഴയൊക്കെ ഉണ്ടെങ്കിലാണ് അതിനെ പള്ളിയിൽ നടത്തുന്ന രീതി ഉണ്ടാവുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഹൈദുള്ള ആളുകൾക്ക് വരാൻ പറ്റൂല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ പിന്നെ നമ്മളുടെ മദ്രസകൾ, നമ്മളുടെ അൻസാർ മദ്രസ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളുടെ പ്രദേശങ്ങളിലൊക്കെ മദ്രസകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ മദ്രസാ പ്രസ്ഥാനം എന്നത് അത് നമ്മളുടെ നാട്ടിൽ നടത്തിയ ഒരു മുന്നേറ്റവും ഒരു ഇസ്ലാമിക രംഗത്ത് നമ്മളുടെ ആളുകൾക്ക് ഉണ്ടാക്കിയ ഒരു അവബോധമൊക്കെ വലുതാണ്. ഞാൻ ഒരിക്കൽ ഈ അൻസാറിൽ ഇവിടെ പഠിക്കുന്ന സമയത്ത് മാമ്പ്രയിലുള്ള പിന്നെ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളായ ഉത്തരേന്ത്യക്കാർ താമസിക്കുന്ന അവരുടെ ഒരു വാടക വീട്ടിലേക്ക് അവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പോയ സമയത്ത് അവിടെ ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയോട് ഞങ്ങൾ ചോദിച്ചു, മോളെ ഫാത്തിഹ അറിയോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ മേപ്പിട്ട് നോക്കിയിട്ട് എന്താണ് ഇത് എന്ന് അറിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു, നിനക്ക് സൂറത്തുൽ ഇഖ്ലാസ് അറിയോ?
ഞാൻ അതിന്റെ തുടക്കം ഓതി കൊടുത്തു, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതി കൊടുത്തു. ആ കുട്ടിക്ക് പറയാൻ കഴിയുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനത്തെ സമൂഹം ഇന്നും ജീവിക്കുന്നുണ്ട്. അവിടെയൊക്കെ മദ്രസ പോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അത് എന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ്. മദ്രസകൾ ഇല്ലാത്തൊരു കാലഘട്ടം മലയാളക്കരക്കും കേരളത്തിനും പറയാനുണ്ട്. അന്ന് നമ്മളുടെ നാട്ടിലുള്ള ആളുകൾക്കും ദീനെന്താണ് എന്നും ഷഹാദത്ത് കലിമ എങ്ങനെയാണ് ചൊല്ലേണ്ടത് പോലും അറിയാത്ത ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്നാണ് മദ്രസ പ്രസ്ഥാനങ്ങളുമായി കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ മുന്നേറ്റം ആരംഭിക്കുന്നത്. അതുണ്ടാക്കിയ ഒരു പരിവർത്തനം, അത് കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു മതരംഗത്ത് ചെറിയ മക്കളുടെ മനസ്സിലേക്ക് ദീനീ ബോധവും അതുപോലെ തന്നെ ഖുർആൻ പാരായണം ഇതൊക്കെ പിന്നെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം മദ്രസകൾ നിലനിൽക്കണം. നമ്മൾ സ്കൂളുകളും ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്രസകൾ നടക്കുന്നുണ്ട്, നല്ലത് തന്നെയാണ്. അത് പിന്നെ അതിന്റെയും ഉപകാരങ്ങളും ഇതൊക്കെ വളരെ വലുതാണ്. എന്ന് വെച്ചിട്ട് മദ്രസകളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാത്ത ഒരു രീതി നമ്മളിൽ ഉണ്ടാകരുത്. കുട്ടികൾക്ക് മതപരമായ ബോധം ഉണ്ടാവില്ല. ചില രക്ഷിതാക്കൾക്കൊക്കെ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ. കുട്ടി എന്തെങ്കിലും ജോബ് വാങ്ങിയിട്ടൊരു പണം വാങ്ങുന്ന മെഷീനായിട്ട് എൻ്റെ മകൾ മാറണം എന്നൊരു ബോധം മാത്രം. നമ്മളുടെ ബാപ്പ എന്താണ്, ഉപ്പ എന്താണ്, അവർക്കുള്ള സ്ഥാനം എന്താണ് എന്നതുപോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു തലമുറ ഉണ്ടാകുന്നു എന്നത് നമ്മൾ പേടിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണം. അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയറുകളിലേക്കൊക്കെ കടക്കാൻ പോവാണ്. നമ്മളുടെ കുട്ടികളെ, മദ്രസ പ്രായമായ കുട്ടികളെയൊക്കെ നമ്മളെ മദ്രസകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ കളക്ഷൻ നമ്മളുടെ അൻസ്വാർ മദ്രസക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ നിലനിൽപ്പ് ഇങ്ങനെയൊക്കെയുള്ള കലക്ഷനിലൂടെയും മറ്റുമൊക്കെയാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളോട് കഴിയുന്ന ഒരു സംഖ്യ ഈ ഒരു സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ നൽകണം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മളിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് നമ്മളുടെ ഈ റമദാനിലെ കർമ്മങ്ങൾ നമുക്ക് അനുകൂലമാക്കുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദി അൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വമുഖാമ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اجعل القرآن ربيع قلوبنا. اللهم اجعل القرآن ربيع قلوبنا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا واجعله شفيعا وحجة لنا يوم القيامة. اللهم احفظ بلادنا. اللهم احفظ بلادنا. اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.